അടുത്ത യൂണിറ്റിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. യൂണിറ്റ് 7 സെൻസേഷൻ ആൻഡ് അറ്റൻഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കോൺഷ്യസ്നെസ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ അതിന്റെ 2 ടൈപ്പുകളും പിന്നെന്താണ് ഹോർമോൺസിനെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തന്നെ പഠിച്ചോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൾട്ടേർഡ് സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ് എന്താണെന്നുള്ളത് സെപ്പറേറ്റ് തന്നെ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് നോക്കുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത യൂണിറ്റിലേക്ക് പോവാം. യൂണിറ്റ് 7 സെൻസേഷൻ ആൻഡ് അറ്റൻഷൻ എന്ന് പറയുന്നത്. സെൻസേഷൻ ആൻഡ് അറ്റൻഷൻ. അപ്പൊ എന്താ സെൻസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സംഭവത്തെ കാണുന്നുണ്ട്, കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, കുറേ സ്പർശനത്തിലൂടെ നമ്മൾ അറിയുന്നുണ്ട്, സ്മെല്ലിലൂടെ അറിയുന്നുണ്ട്, ടേസ്റ്റിലൂടെ അറിയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് സെൻസേഷൻ ആയിട്ട് പറയാം അല്ലേ? ഓക്കെ, കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സെൻസേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ശരീരം ഇൻഫർമേഷൻസിനെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അവിടെ ആര് വന്നു? നമ്മുടെ സെൻസ് ഓർഗൻസ് വന്നു അല്ലെ? 5 സെൻസ് ഓർഗൻസ് ആണ് നമുക്കുള്ളത്. പഞ്ചേന്ദ്രിയങ്ങൾ. ഏതൊക്കെയാ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞേ? ടൈപ്പ് ചെയ്തിട്ട് എല്ലാവരും. 5 സെൻസ് ഓർഗൻസ് ഉണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് അല്ലെ? ഇതൊക്കെയാണ് നമ്മുടെ 5 സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതൊക്കെ വെറുതെ അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണോ? അല്ല, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നമ്മളിലേക്ക് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ ഇതൊക്കെയാണ് എന്ത് സെൻസേഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ എഴുതേണ്ടത്. അതായത് സെൻസേഷൻ ഇസ് ഹൗ അവർ ബോഡീസ് ടേക്ക് ഇൻഫർമേഷൻസ് ഫ്രം ദ വേൾഡ് അറൗണ്ട് അസ്. ഇറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ മേക്കിംഗ് സെൻസ് ഓഫ് അവർ എൻവയോൺമെന്റ്. അതായത് നമ്മുടെ എൻവയോൺമെന്റിനെ കുറിച്ചുള്ള ആദ്യത്തെ ഒരു മനസ്സിലാക്കലാണ് അല്ലെ? ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്? ഈ സെൻസ് ഓർഗൻസിലൂടെ ഈ ഇൻഫർമേഷൻസിനെ റിസീവ് ചെയ്യുക എന്നുള്ളത്. ഒരു ന്യൂ ബോൺ ബേബിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സെൻസറി ഇൻഫർമേഷനെ റിസീവ് ചെയ്യുക എന്നല്ലാതെ അവരതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? ഒരു ഇൻഫാന്റ് ബേബിയെ സംബന്ധിച്ചിടത്തോളം കുറവാണ് അല്ലേ? നമുക്കതിന് ആൻസർ ഇല്ല. അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടുതലായിട്ട് അവർക്ക് ഈ സെൻസേഷൻ ആയിരിക്കും. അതായത് കണ്ണിലൂടെ കാണുന്ന കാര്യങ്ങൾ. ഇപ്പൊ എന്തെങ്കിലും ഒരു കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടിക്ക് കാണിച്ചു കൊടുത്താൽ കുട്ടി അതിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് നോക്കുന്നുണ്ടാവും. അവർക്ക് ആ ഒരു സെൻസേഷൻ മാത്രമേ ലഭിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. സെൻസേഷൻ. അതുപോലെ ഒരുപാട് കേൾക്കുന്നുണ്ട് അല്ലെ? അതായത് സിമിലർ ആയിട്ടുള്ള വോയിസസിനോട് അല്ലെങ്കിൽ അവരെ ഡെയിലി അവർ കേൾക്കുന്ന വോയിസിനോട് അവർ റെസ്പോണ്ട് ചെയ്യും, അല്ലാത്തവരോട് അവര് റിജക്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണ്? അവരത് സെൻസേഷൻ ചെയ്യുന്നത്. അതായത് ആ ഒരു ഓഡിറ്ററി ഇൻഫർമേഷൻ അവരിലേക്ക് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പെർസെപ്ഷൻ ഉണ്ടെന്നും പറയാം. ഓക്കെ, അപ്പൊ അതിന്റെ കൂടുതലായിട്ടുള്ള സയന്റിഫിക് എക്സ്പ്ലനേഷൻസിലേക്ക് പോകുന്നില്ല. എന്തായാലും സെൻസേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ 5 സെൻസ് ഓർഗൻസിലൂടെ നമ്മുടെ ആദ്യ പടി എന്നോണം നമ്മുടെ ഇൻഫർമേഷൻ, നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ എൻവയോൺമെന്റിന് നമ്മളിലേക്ക് റിസീവ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എഴുതി വെക്കുക. അപ്പൊ എന്താണ് സെൻസേഷൻ, എന്താണ് പെർസെപ്ഷൻ എന്നുള്ളത് കൂടെ ചോദ്യം വരും കേട്ടോ. ഇനി പ്രോസസ് ഓഫ് സെൻസേഷൻ. പെർസെപ്ഷൻ നമുക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കാൻ, പേടിക്കണ്ട. പ്രോസസ് ഓഫ് സെൻസേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് ഈ സെൻസേഷൻ ഒക്കെ നടക്കുന്നതിനൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് വെറുതെ നമ്മളിലേക്ക് ഈ ഒരു സെൻസേഷൻ, നമ്മളിപ്പോൾ ഒരു സാധനത്തെ തൊട്ടു അല്ലെ? ഈ തൊട്ടു എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്കൊരു സ്മെല്ല് അനുഭവപ്പെട്ടു, ഈ സ്മെല്ല് നമ്മളിലേക്ക് അനുഭവപ്പെട്ടു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലെ? അത് എന്തിന്റെ സ്മെല്ലാന്ന് മനസ്സിലാക്കുന്നതല്ല, അത് നമ്മൾക്ക് അനുഭവപ്പെട്ടു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ സ്റ്റെപ്പുകളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് റിസപ്ഷൻ ഓഫ് സ്റ്റിമുലി ആണ്. റിസപ്ഷൻ ഓഫ് സ്റ്റിമുലി. എന്ത് റിസപ്ഷൻ ഓഫ് സ്റ്റിമുലി എന്ന് പറഞ്ഞാല് അതായത് നമ്മുടെ കയ്യിലും കാലിലും നമ്മുടെ ശരീരത്തിലും മൊത്തം എന്തുണ്ട്? റിസപ്റ്റേഴ്സുകളുണ്ട്, സെൻസറി റിസപ്റ്റേഴ്സുകളുണ്ട്. ഈ സെൻസറി റിസപ്റ്റേഴ്സുകൾക്ക് എന്തിനുള്ള കഴിവുണ്ട്? ഓരോ ഇൻഫർമേഷൻസിനെയും റിസീവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ സെൻസറി റിസപ്റ്റേഴ്സുകൾ വഴി എന്ത് ചെയ്യാണ്? ട്രാൻസ്ഡക്ഷൻ ഓഫ് സ്റ്റിമുലി നടക്കുകയാണ്. അതായത് ട്രാൻസ്ഡക്ഷൻ ഓഫ് സ്റ്റിമുലി, അതായത് നമ്മളിലേക്ക് റിസീവ് ചെയ്ത ഇൻഫർമേഷനെ പിന്നീട് എന്താ ചെയ്യുന്നത്? ഈ സെൻസറി റിസപ്റ്റേഴ്സിൽ വെച്ച് ഇലക്ട്രിക് ഇമ്പൾസസ് ആക്കിയിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് പാസ് ചെയ്യാണ്. അതായത് സെൻസറി സ്റ്റിമുലി ആർ കൺവേർട്ടഡ് ഇൻ ടു ന്യൂറൽ ഇമ്പൾസസ്. ഫിസിക്കൽ എനർജി ഈസ് ന്യൂറൽ ഇമ്പൾസസ് ഓർ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആക്കിയിട്ട് ഈ ഫിസിക്കൽ സ്റ്റിമുലസിനെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആക്കിയിട്ട് അങ്ങനെ എഴുതിയാൽ മതി. അതായത് ഫിസിക്കൽ സ്റ്റിമുലസ് ഇൻ ടു ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഓർ ന്യൂറൽ ഇമ്പൾസസ് അങ്ങനെ കൊടുക്കാം കേട്ടോ. ആക്കിയിട്ട് നമ്മൾ എങ്ങോട്ട് മാറ്റാണ്? നമ്മുടെ ബ്രെയിനിലേക്ക് പാസ് ചെയ്യണം.
ഇനി ട്രാൻസ്മിഷൻ ഓഫ് സിഗ്നൽസ് ആണ്. ന്യൂറൽ സിഗ്നൽസ് ട്രാവൽ ത്രൂ പാത്വേസ് ടു റീച്ച് ദ ബ്രെയിൻ. അതായത് ആ ഒരു പാത്വേ, അതായത് നമ്മൾ റിസീവ് ചെയ്ത ഇൻഫർമേഷന് എവിടെ എത്തി? നമ്മുടെ സെൻസറി റിസപ്റ്റേഴ്സിൽ വെച്ചിട്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആക്കിയിട്ട് അതിനെ ട്രാൻസ്ഡക്ഷൻ ചെയ്തു. ഈ ട്രാൻസ്ഡക്ഷൻ ചെയ്തിട്ടുള്ള ഇൻഫർമേഷനെ നമ്മൾ ഇനി ട്രാൻസ്മിറ്റ് ചെയ്യാണ്. എങ്ങോട്ടാണ് നമ്മൾ ഇതിനെ പറഞ്ഞയക്കുന്നത്? ബ്രെയിനിലേക്ക്, അല്ലെ? ബ്രെയിനിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാണ്. അതായത് ന്യൂറൽ സിഗ്നൽസ് ട്രാവൽ ത്രൂ പാത്വേസ് ടു റീച്ച് ദ ബ്രെയിൻ. അതായത് ബ്രെയിനിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പൊ ടച്ച് ചെയ്തു, അല്ലെ? ടച്ച് ചെയ്ത് നമ്മുടെ കയ്യിലൂടെ ഇങ്ങനെ പോവാണത്. അതായത് ഇൻഫർമേഷൻസ് ഇങ്ങനെ അഫറൻ നെർവ്സും ഇഫറൻ നെർവ് ഫൈബേഴ്സും ഉണ്ട്. അപ്പൊ അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് ബ്രെയിനിലെത്തി. ബ്രെയിനിൽ വെച്ച് അതൊരു റിലേ ആണ്, അല്ലെ? നമ്മുടെ തലാമസിൽ വെച്ച് അത് എങ്ങോട്ടാണ് പോകേണ്ടത്? ഇപ്പൊ കയ്യിലുള്ള ഈ സെൻസറി ഇപ്പൊ ടച്ച് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ടച്ച് മനസ്സിലാക്കുന്ന ഒരു സൈഡിലേക്കാണ് പോവുക. അപ്പൊ ഈ തലാമസിൽ വെച്ചിട്ടാണ് ഇത് ഏത് ഇൻഫർമേഷൻസ് ആണ് എങ്ങോട്ടാണോ പോകേണ്ടത് എന്നുള്ളത് തലാമസിൽ വെച്ചിട്ടാണ് ഇത് റിലേ ചെയ്യുന്നത്. ഓക്കെ, റിലേ എന്ന് പറഞ്ഞ ഒരു സ്പോർട്സ് ഒരു മത്സരത്തിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെ? അതായത് നമ്മളിങ്ങനെ ഈ സാധനം കൊണ്ടേ കൊടുക്കുകയാണ്, ആ സാധനത്തിന് വേറൊരാൾ കൊണ്ടുപോവാണ്. അതേപോലെ തന്നെ ഇവിടെ നടക്കുന്നത്. അതായത് തലാമസിൽ വെച്ചിട്ട് ഇത് അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പാർട്ടിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യാണ്. ഇനി പെർസെപ്ഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അതായത് അതിനുശേഷം ഇത്രയും കാര്യങ്ങളാവുന്ന സമയത്ത് ഇത് ബ്രെയിനിൽ എത്തുന്നത് വരെ ഉള്ള കാര്യങ്ങൾ സെൻസേഷൻ ആയിട്ടും പിന്നെ പെർസെപ്ഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ അതിനെ മനസ്സിലാക്കലായി. അതായത് എന്ത് സ്റ്റിമുലിയാണ് എന്നുള്ളത്. അതായത് നമ്മൾ എന്താണ് റിസീവ് ചെയ്തത്? ടച്ച് ആണോ, സ്മെല്ലാണോ, ടേസ്റ്റ് ആണോ, അല്ലെ? ഓഡിറ്ററി ഇൻഫർമേഷൻ ആണോ? നമ്മൾ എന്താണോ റിസീവ് ചെയ്തത് അതിനെ മനസ്സിലാക്കുന്ന സ്റ്റേജാണ് അടുത്ത് വരുന്നത് പെർസെപ്ഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അത് എന്ത് സ്റ്റിമുലി ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ സെൻസറി ഓർഗൻസിലെത്തുന്നു. അതായത് നമ്മുടെ ഐസ്, ഇയർ, നോസ്, അല്ലെ? അതിങ്ങനെ വന്നിട്ട് നമ്മുടെ കണ്ണിലേക്ക്. അതായത് നമ്മളിപ്പോൾ എന്ത് സാധനം കാണുകയാണെങ്കിലും അത് മൈക്രോ സെക്കൻഡ് കൊണ്ടാണ് ആ ഒരു ആക്ടിവിറ്റീസ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേജസ് എഴുതി വെക്കാം. റിസപ്ഷൻ ഓഫ് സ്റ്റിമുലി, ട്രാൻസ്ഡക്ഷൻ ഓഫ് സ്റ്റിമുലി, ട്രാൻസ്മിഷൻ ഓഫ് സിഗ്നൽസ് ആൻഡ് പെർസെപ്ഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, സെൻസറി ഓർഗൻസ്. സെൻസറി ഓർഗൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു സംഭവം ഫുള്ളായി. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മണിക്കൂർ കണക്കിന് ഇരിക്കുന്ന പ്രോസസ്സ് ആണെന്നുള്ളത്. ഒന്നല്ല കേട്ടോ, ചെറിയൊരു മൈക്രോ സെക്കൻഡ് കൊണ്ട് നമ്മളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നമ്മളിത് പ്രോസസ്സായിട്ട് പറയുമ്പോൾ കുറച്ച് വലിച്ചു നീട്ടി പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ സെൻസേഷൻ എന്താണ്, അതിന്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത് നോക്കി വയ്ക്കുക. ഇനി സെൻസറി ത്രഷോൾഡുകളെ കുറിച്ച് പറയുന്നുണ്ട്. അബ്സല്യൂട്ട് ത്രഷോൾഡ്, ഡിഫറൻസ് ത്രഷോൾഡ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. എന്താണ് അബ്സല്യൂട്ട് ത്രഷോൾഡ്, എന്താണ് ഡിഫറൻസ് ത്രഷോൾഡ് എന്ന് പറയുന്നത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണ്, മൂക്ക്, ചെവി, ചർമ്മം, നാവ്. എനിക്ക് ഉറക്കം വരുന്നില്ല. എന്താണ് ഉറക്കം വരുന്നില്ല? ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? ഓക്കെ, ഉറക്കം വരുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. ദെൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. സെൻസസ് ആൻഡ് പ്രോസസ് ഓഫ് സെൻസേഷൻ. യെസ്, ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ വരും. കാരണം ഒരു 4 essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, എന്നാലും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, എന്നാലും സ്കിപ്പ് ചെയ്യണ്ട, പഠിച്ചു വെച്ചോളൂ. ഇനി സെൻസറി ത്രഷോൾഡ്സ് എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് ത്രഷോൾഡ്സും അതുപോലെ തന്നെ ഡിഫറൻസ് ത്രഷോൾഡും ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലേ? അബ്സല്യൂട്ട് ത്രഷോൾഡും അതുപോലെ തന്നെ ഡിഫറൻസ് ത്രഷോൾഡ്. എന്താ അബ്സല്യൂട്ട് ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ? അതായത് നമുക്കൊരു സ്റ്റിമുലസിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസിനെ നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട്, അല്ലെ? അറ്റ് എ ടൈം നമ്മൾ കുറെ ഇൻഫർമേഷൻസ്, ഓഡിറ്ററി ഇൻഫർമേഷൻ ആയിക്കോട്ടെ, നമ്മൾ വിഷ്വൽ ഇൻഫർമേഷൻസിനായിക്കോട്ടെ, അതുപോലെ ടച്ച്, ടേസ്റ്റ്, സ്മെല്ല്, ഇതൊക്കെ നമ്മൾ അറ്റ് എ ടൈം നമ്മൾ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അബ്സല്യൂട്ട് ത്രഷോൾഡ് എന്ന് പറയുമ്പോൾ ദ മിനിമം ഇന്റൻസിറ്റി ഓഫ് എ സ്റ്റിമുലസ് ദാറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ്. അതായത് ഇപ്പൊ കാഴ്ചയാണെങ്കിലും കേൾവിയാണെങ്കിലും സ്മെല്ലാണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും ഇത് നമ്മളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിന് ഇത്ര ഇന്റൻസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ കാഴ്ചയാണെങ്കിലും സ്മെല്ലാണെങ്കിലും അത് ഇത്ര അളവിൽ നമ്മളിലേക്ക് എത്തിയ കഴിഞ്ഞാൽ നമുക്കത് കാണാനും കേൾക്കാനും അതേപോലെ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അതാണ് അബ്സല്യൂട്ട് ത്രഷോൾഡ് എന്ന് പറയുന്നത്. ദ മിനിമം ഇന്റൻസിറ്റി ഓഫ് ദ സ്റ്റിമുലസ് ദാറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ്. അതായത് നമുക്ക് ഏറ്റവും മിനിമം ആയിട്ടുള്ള, അതായത് ഏറ്റവും സോഫ്റ്റസ്റ്റ് സൗണ്ട്, അല്ലെ? ഏറ്റവും ചെറിയ അളവിലുള്ള ആ സ്റ്റിമുലി ഏതാണോ അതിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയല്ല,
ഇത്ര അളവിൽ മാത്രം, അതായത് ഏറ്റവും മിനിമം അളവിൽ എത്രയാണോ അതാണ് അബ്സല്യൂട്ട് ത്രഷോൾഡ്. നമുക്ക് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം എമൗണ്ട്. ഇപ്പൊ നമ്മളെ വിളിക്കുന്നുണ്ട്, ഇപ്പൊ നമ്മളെ അമ്മ വിളിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മളെ വീട്ടിൽ ഞാൻ നിൽക്കുകയാണ്, പക്ഷെ അമ്മ വിളിക്കുന്നുണ്ട്, കുറേ ദൂരെ നിന്നാണ് അമ്മ വിളിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കേൾക്കുന്നില്ല. കുറേ നേരമായിട്ട് അമ്മ വിളിക്കുന്നുണ്ട്, അമ്മ കുറച്ചും കൂടി അടുത്ത് നിന്ന് വിളിച്ചു, കുറച്ചും കൂടി മുന്നോട്ട് വന്ന് വിളിച്ചു, എന്നിട്ട് നമുക്ക് കേൾക്കുന്നില്ല. പക്ഷെ കുറച്ചും കൂടി മുന്നോട്ട് വന്ന് വിളിച്ചപ്പോൾ നമുക്കത് കേട്ടു അല്ലെ? ചെറിയൊരു സൗണ്ട് അകലേന്ന് കേൾക്കുന്നുണ്ട് നമ്മൾ വിളിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? ആ ഒരു മിനിമം എമൗണ്ട് ഓഫ് സ്റ്റിമുലി നമുക്ക് കിട്ടി, അതുകൊണ്ടാണ് നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്ത പക്ഷം നമുക്കത് കേൾക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഡിഫറൻസ് ത്രഷോൾഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിലിപ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതൊന്ന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ JNT ഒക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ്, അതായത് ഡിഫറൻസ് ത്രഷോൾഡ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് സ്റ്റിമുലസുകളുടെ ഡിഫറൻസ് മനസ്സിലാക്കാൻ നമുക്ക് കിട്ടുന്ന, നമുക്ക് വേണ്ട ആ ഒരു സ്റ്റിമുലസിന്റെ അളവ്. ഓക്കെ, അതായത് ദ സ്മാളസ്റ്റ് ചേഞ്ച് ഇൻ സെൻസേഷൻ ദാറ്റ് യു ക്യാൻ നോട്ടീസ്. അതായത് ഇപ്പൊ ഒരു സംഭവത്തിൽ നിന്ന് ഒരേ സാധനങ്ങളാണെന്ന് വിചാരിക്കുക. ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിൽ നിന്ന് രണ്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ്സിലുള്ള വെള്ളത്തിന്റെ അളവിൽ നിന്ന് നമ്മൾ കുറച്ച് കൂട്ടി, ഒരു തുള്ളി ഒറ്റിച്ചു, ഒരു തുള്ളി മാത്രം. പക്ഷെ അതിൽ ചിലപ്പോൾ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യില്ല അല്ലെ? രണ്ടും സെയിം ഈക്വൽ ആയിട്ടുള്ള ആ ഒരു ഇതിലാണ് ആ ഒരു ഗ്ലാസ്സിലുള്ള വെള്ളം ഉള്ളത്. അതിൽ ഒന്നിലേക്ക് നമ്മൾ ഒരു ഇറ്റ് വെള്ളം ഒറ്റിച്ചു, പക്ഷെ അതിൽ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. പക്ഷെ വീണ്ടും ഒരു ഇറ്റ് ഒറ്റിച്ചു, പക്ഷെ നമുക്ക് ഡിഫറൻസ് തോന്നുന്നില്ല. പക്ഷെ ഒരു സ്പൂണ് വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു വിചാരിക്കുക, അപ്പൊ എന്താ സംഭവിക്കുക? നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കും. അപ്പൊ അതിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടേണ്ട ഒരു എമൗണ്ട്, അതായത് ഒരു രണ്ട് വസ്തുക്കളുടെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ നമുക്ക് കിട്ടേണ്ട ആ ഒരു എമൗണ്ട് ഓഫ് സ്റ്റിമുലി ആണ് എന്ത്? JNT അല്ലെങ്കിൽ ഡിഫറൻസ് ത്രഷോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതാണ് അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ്. അപ്പൊ അറ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സംഭവത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സംഭവം, നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ പറയാം. അപ്പൊ ഇതിൽ സെൻസേഷൻ ആൻഡ് അറ്റൻഷൻ ആണ് പോയിന്റ് വരുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമുക്ക് അതാണ് പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് അറ്റൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡെഫിനിഷൻ പോലെ a spotlight that helps us focus on certain things while ignoring others എന്നുള്ളത് എഴുതി വയ്ക്കാം. ഒന്നും മനസ്സിലായില്ല അല്ലെ? അതായത് നമുക്ക് വേണ്ട ഒരു കാര്യത്തെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളതിനെല്ലാം അവോയ്ഡ് ചെയ്യാം. അതായത് ബാക്കിയുള്ളതിനെല്ലാം അവോയ്ഡ് ചെയ്ത് നമുക്ക് വേണ്ട ഒരു കാര്യത്തിൽ ഫോക്കസ് കൊടുക്കാം. അങ്ങനെ പറയുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. അതിനെയാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അറ്റൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വേണ്ട ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് അറ്റൻഷൻ. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ആക്റ്റീവ്ലി പ്രോസസ് സ്പെസിഫിക് ഇൻഫർമേഷൻ ആൻഡ് ഇഗ്നോർ അതർ ഡീറ്റെയിൽസ്. അതായത് ഒന്നിൽ സ്പെസിഫൈ ചെയ്ത്, ഒരു ഇൻഫർമേഷനിൽ സ്പെസിഫൈ ചെയ്തുകൊണ്ട് മറ്റതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? ഇഗ്നോർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതാണ് അറ്റൻഷൻ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ. ഇനി അതിന്റെ കോമ്പോണൻസുകളാണ് അറ്റൻഷൻ സ്പാൻ അല്ലെ? നമ്മൾ എത്രത്തോളം ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കും, എത്ര ടൈം ഇരിക്കുന്നു. ഹൗ ലോങ് വൺ ക്യാൻ ഫോക്കസ് വിത്തൗട്ട് ഗെറ്റിംഗ് ഡിസ്ട്രാക്റ്റഡ്. ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ നമുക്ക് എത്ര നേരം ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ ആ ഒരു അളവാണ് അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്. ഇനി അറ്റൻഷൻ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ദ എബിലിറ്റി ടു മൾട്ടി ടാസ്ക് ആൻഡ് പെർഫോം മോർ ദാൻ വൺ ടാസ്ക്. ഇതിന്റെ സ്പേസ് ഇല്ല കേട്ടോ, അത് ശ്രദ്ധിക്കുക. പെർഫോം മോർ ദാൻ വൺ ടാസ്ക് എന്നുള്ളതാണ് സൈമൾട്ടേനിയസ്ലി. അതായത് ഇപ്പൊ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുക. ഇപ്പൊ പാട്ട് കേട്ടുകൊണ്ട് പഠിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ? പാട്ട് കേട്ടുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതെന്താണ്? അറ്റൻഷൻ ഡിവിഷൻ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന, അതെ ഒരേ സമയം തന്നെ പല കാര്യങ്ങളും ചെയ്യുക. ചാർലി ചാപ്ലിന്റെ ഒരു മൂവിയൊക്കെ ഉണ്ട്, ആ ഒരു സ്ക്രൂ മുറുക്കുന്ന ഒരു സീനൊക്കെ അല്ലെ? അതേപോലെ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ഒരു രീതിയാണ് അറ്റൻഷൻ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി അറ്റൻഷൻ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? തിങ്സ് ദാറ്റ് ഡ്രോ us away from the task we are focusing on. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വിച്ചിങ് ചെയ്യാണ്, അത് മറ്റൊന്നിലേക്ക് നമ്മൾ സ്വിച്ചിങ് ചെയ്യാണ്. അത് അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് കുട്ടി അറിഞ്ഞു അങ്ങോട്ട് ഓടണം അല്ലെ? പെട്ടെന്ന് നമ്മുടെ സാധനം ഇവിടെ എന്താണ് കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് വന്ന് ഇളക്കണം. അപ്പൊ ഇതൊക്കെ എന്താണ്? അറ്റൻഷൻ ഡിസ്ട്രാക്ഷൻ ആണ്. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, അവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് വരുന്നു, വീണ്ടും അങ്ങോട്ട് പോകുന്നു. ഇത് അറ്റൻഷൻ ഡിസ്ട്രാക്ഷൻ ആയിട്ട് നമുക്ക് പറയാം.
ഇനി കൊഗ്നിറ്റീവ് പ്രോസസ്സസ് ആൻഡ് അറ്റൻഷൻ എന്ന് പറയുന്നത്, അറ്റൻഷൻ വർക്ക്സ് ടുഗദർ വിത്ത് പെർസെപ്ഷൻ ആൻഡ് മെമ്മറി ടു ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ദ ഹോൾ. അതായത് കൊഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പെർസെപ്ഷൻ, നമുക്ക് വേണ്ട കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ മെമ്മറി, ഇതൊക്കെ അതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അതായത് അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു കൊഗ്നിറ്റീവ് പ്രോസസ്സ് തന്നെയാണ്. അതായത് നമ്മൾ ഒരു മെന്റൽ സ്റ്റേറ്റ് തന്നെയാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മുടെ പെർസെപ്ഷൻ, മെമ്മറി ഇതൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിൽ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സും ഉണ്ട്. സബ്ജക്റ്റീവ് ഫാക്ടേഴ്സിൽ വരുന്നത് നമ്മുടെ മോട്ടിവേഷൻ, നമ്മുടെ ഇമോഷൻ ആണ്. അതായത് നമുക്ക് താല്പര്യം വേണം അല്ലെ, ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ എന്ത് വേണം, നമുക്ക് താല്പര്യം വേണം, എന്നാൽ മാത്രമേ നമുക്ക് അതിൽ ശ്രദ്ധിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതായത് നമുക്കൊരു ഇൻട്രൻസിക് മോട്ടിവേഷൻ, ഈ ഒരു കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് എനിക്ക് വേണ്ട ഒരു കാര്യമാണെന്നുള്ളത് നമുക്ക് തോന്നിയാൽ മാത്രമേ നമ്മൾ ആ ഒരു സാധനത്തിൽ ഫോക്കസ് ചെയ്യുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ക്രാഷ് കോഴ്സ് വേണം എന്നുള്ളത് നിങ്ങൾക്കുള്ളിൽ ഒരു ബോധം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ഈ ക്ലാസ് കാണാൻ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ വരുമോ? ഇല്ല. അപ്പോൾ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് അറ്റൻഷൻ ഒരു ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതായത് നമുക്ക് ഒരു താല്പര്യം, നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രിൻസിക് ആയിട്ടും ഇൻട്രൻസിക് ആയിട്ടും നമുക്ക് ഉള്ളിലൊരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കാര്യത്തിൽ അറ്റൻഷൻ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഇമോഷൻ എന്ന് പറയുമ്പോൾ ഇമോഷണൽ സ്റ്റേറ്റ് ക്യാൻ ഇമ്പാക്ട് വാട്ട് വി പേ അറ്റൻഷൻ ടു ആൻഡ് ഹൗ വി പ്രോസസ് ഇൻഫർമേഷൻ. അതായത് നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ്, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കും. നമ്മുടെ ഇമോഷൻ എന്ന് പറയുന്നത് സ്ട്രെസ്ഡ് ആണ്, അഗ്രസീവ് ആണ്, അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ക്ലാസ് ഉണ്ട്, നമ്മളെ വിളിക്കണം, അപ്പൊ നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്താണത്, ഇപ്പൊ നമുക്ക് ഭയങ്കര സാഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര അടിച്ചുപൊളി പാട്ടും മറ്റേ ഒരു DJ പാർട്ടിയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോവോ? ഇല്ല. നമുക്കത് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യമാണ് ആ ഒരു സമയത്ത് അല്ലെ. നമുക്ക് നേരെ മറിച്ച് ഒരു കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, എവിടെയെങ്കിലും പോയി കാറ്റൊക്കെ കൊണ്ടിരിക്കാനാണ്, ഒരു ബീച്ചിലൊക്കെ പോയി ഇരിക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ പോയിരിക്കും. അതാണ് ഇമോഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇമോഷണൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അറ്റൻഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് എന്തായിരിക്കും? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നമുക്ക് ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ആയിട്ട് പറയാം. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ലോഡ് നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ആയിട്ട് പറയാം. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് നോയ്സ് ഓർ ലൈറ്റിംഗ് ആൻഡ് ഇമ്പാക്ട് ഫോക്കസ്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നല്ല ബഹളവും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ പോവും അല്ലേ. അതായത് നമ്മളിങ്ങനെ ആരെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഡിസ്ട്രാക്ഷൻ വരുമ്പോൾ നമ്മുടെ ഒരു ഫോക്കസ് പോവും. അതാണ് ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഒരു ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് പറയാം. ഇനി കോഗ്നിറ്റീവ് ലോഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദ മെന്റൽ എഫേർട്ട് നീഡഡ് ടു കംപ്ലീറ്റ് എ ടാസ്ക്. അതായത് നമ്മൾ ഇടേണ്ട മെന്റൽ എഫേർട്ട് ഉണ്ട് അല്ലെ. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തലയിലുണ്ട് അല്ലെ. കോഗ്നിറ്റീവ് ലോഡ് നമുക്ക് കുറെ കൂടുതൽ, ഒരു ദിവസം തന്നെ നമുക്ക് ചെയ്യേണ്ട ഡ്യൂട്ടീസ് വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ എന്തായാലും ആ ഒരു അറ്റൻഷൻ കിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ചില ആളുകൾ അതിനനുസരിച്ച് ബാലൻസ് ടൈം മാനേജ്മെന്റ് ചെയ്ത് റെഡിയാക്കുന്നവരുണ്ടാവും. പക്ഷെ എന്താണ്, നമുക്ക് കുറേ കോഗ്നിറ്റീവ് ലോഡ് വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. അതൊരു ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതാണ് യൂണിറ്റ് 8 പെർസെപ്ഷൻ. അതായത് നമ്മൾ യൂണിറ്റ് 7 കഴിഞ്ഞു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം തൊട്ട് പോകുന്നേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾ ഇരുന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ എഴുതേണ്ട ഒരു രീതി, എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ.